പോകേണ്ടത് കാസർഗോട്ടേക്കാണ്. അല്പം സങ്കടമുള്ള വാർത്തയാണ് പറയാനുള്ളത്. അവിടുത്തെ എൻഡോസൾഫാൻ ബാധിതരെ പ്രേക്ഷകർ മറക്കാൻ വഴിയില്ല. 1000-ലധികം എൻഡോസൾഫാൻ ബാധിതരുണ്ട്. അവർ സമരത്തിലേക്ക് കടക്കുന്നത് നമ്മൾ നിരന്തരം വാർത്തയായി നൽകിയിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി അവർ കണ്ടു, മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. പക്ഷെ പലതും പാലിക്കപ്പെട്ടിട്ടില്ല. വീണ്ടും സമരത്തിലേക്ക് കടക്കുകയാണ് എൻഡോസൾഫാൻ ദുരന്ത ബാധിതർ. കൃത്യം പറഞ്ഞ 1031 എൻഡോസൾഫാൻ ദുരന്ത ബാധിതരാണ് ഈ രീതിയിൽ നീതി തേടി ഇപ്പോഴും മുഖത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. 2017 പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് 1905 എൻഡോസൾഫാൻ ദുരിതബാധിതരെയാണ് തെരഞ്ഞെടുത്തത്. ഇതിൽ 1031 പേരെ ചികിത്സാ സഹായത്തിനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പ്രശ്നം ചൂണ്ടിക്കാട്ടി സമരം നടത്തുന്നതിനിടെയാണ് ഇവരെ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായം പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ നടപടിയുണ്ടായില്ല. അതിനിടെ ചികിത്സ ലഭിക്കാതെ പലരും മരിക്കുകയും ചെയ്തു. ഇതോടെയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സമരത്തിനിറങ്ങുന്നത്. ഇതിലൊരു തീരുമാനം ഇന്നുവരെ ആയിട്ടില്ല. അതാണ് അമ്മമാർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭമാണ് നടക്കാൻ പോകുന്നത്. ഈ മാസം 27-ന് കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തുന്ന മാർച്ച് പ്രൊഫസർ വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റാനാണ് സമരസമിതി തീരുമാനം. ഇവർക്ക് ചികിത്സ കൊടുക്കണ്ടേ, മരുന്ന് കൊടുക്കണ്ടേ, ഭക്ഷണം കൊടുക്കണ്ടേ? ഈ ഇങ്ങനത്തെ കുഞ്ഞ് ഇങ്ങനെ ആയേ ഞങ്ങൾ ആശ്രിതർ അവരെ നോക്കിയിരിക്കാനേ വഴിയില്ല. നമുക്ക് പണിക്കൊന്നും പോകാൻ കഴിയില്ല. ഞങ്ങൾ ഇനിയും തെരുവിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്ന മക്കളെയും കൊണ്ട് ഞങ്ങൾ ഇരിക്കും നിയമസഭേൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ. അതേ ഞങ്ങൾക്കിനി വഴിയില്ല. 2 വർഷത്തിലേറെയായി സെൽ യോഗം ചേരാത്തതിനാൽ നേരത്തെ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നില്ല. 24 കാസർഗോഡ്. അപ്പോൾ അതാണ് അവർ വീണ്ടും സമരത്തിന് ഇറങ്ങുമ്പോൾ അതിൽ ഇടപെടൽ ഉടൻ തന്നെ വേണം. അവരെ വീണ്ടും സമരത്തിലേക്കൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത് ഓൾറെഡി വയ്യാതെ ഇരിക്കുന്ന കുട്ടികളുടെ അമ്മമാരാണ്. അതായത് 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ പല രീതിയിൽ അതിന്റെ ഇന്റൻസിറ്റി എത്രമാത്രം ഉണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പേർത്തും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അധികൃതർ ഒരു കൃത്യമായ പരിഹാരം അവർക്ക് നിർദ്ദേശിക്കുന്നില്ല എന്നതാണ് അവരുടെ ആക്ഷേപം. അങ്ങനെയാണ് വീണ്ടും ഈ സമരരംഗത്തേക്ക് അവർക്ക് വരേണ്ടിയും വരുന്നത്.